യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. ലൂക്ക 1:49. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കണം. വലിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ. ദൈവം വലിയവനാണ്. വലിയവനായ ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, ആശ്രയിക്കുന്നവർക്ക് വേണ്ടി, കാത്തിരിക്കുന്നവർക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. നിരാശപ്പെട്ട് ദുഃഖത്തില് പരാജയ ചിന്തകളിലൂടെ ജീവിച്ച് നമ്മൾ പോകുവാനായിട്ട് പാടില്ല. പ്രത്യാശയിലേക്ക് വന്ന് വലിയവനായ ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കണം, ആരാധിക്കണം. അവൻ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അവൻ്റെ നാമം പരിശുദ്ധമാണ്. ആ പരിശുദ്ധമായ നാമത്തെ വിളിക്കുന്ന ആർക്കും ലജ്ജിക്കേണ്ടി വരത്തില്ല. ലജ്ജിക്കാൻ അവൻ സമ്മതിക്കത്തില്ല. യേശുവിനെ വിളിച്ചപേക്ഷിച്ച ഒരു വ്യക്തിക്ക് ലജ്ജിക്കാൻ, ഈ ഭൂമിയിൽ ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. കർത്താവ് താങ്ങും. ഹല്ലേലൂയ. ലൂക്കാ സുവിശേഷം 12-ാം അധ്യായത്തില് 32 മുതൽ 34 വരെ വചനങ്ങൾ. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ ഞങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ പിതാവ് പ്രസാദിച്ചു. ചെറിയ അജഗണം. ഇവിടെ കർത്താവ് സൂചിപ്പിക്കുന്നത് ഒരു ചെറിയ അജഗണത്തെ കുറിച്ചാണ്. അവരോട് പറയാം, ഭയപ്പെടേണ്ട. കാരണം ഈ ഭൂമിയിൽ ചെറിയ ഒരു ഗണം മാത്രമേ ശരിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരും ദൈവത്തിനായിട്ട് ജീവിതം സമർപ്പിച്ചവരുള്ളൂ. ഒഴുക്കിനൊപ്പം പോകുന്ന വ്യക്തികളെയാണ് നമ്മൾ കാണുന്നത്. ലോകത്തിൻ്റെ സുഖങ്ങള്, നേട്ടങ്ങള്, ഒഴുക്കിനൊപ്പം ഇങ്ങനെ പോകുന്ന വിശ്വാസികളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒഴുക്കിനെതിരെ നീന്തുന്ന, ദൈവ വചനത്തിനനുസരിച്ച് ജീവിക്കുന്ന, ദൈവവചനത്തിന് ജീവിതത്തില് വില കൊടുക്കുന്ന ഒരു ചെറിയ അജഗണമേ ഈ ലോകത്തിലുള്ളൂ. ഇതൊരു സത്യമാണ്. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. ദൈവമായ കർത്താവ് ഏലിയായോട് പറയുന്നുണ്ട്, വിജാതീയ ദൈവങ്ങളുടെ മുമ്പില് മുട്ടുമടക്കാത്ത, ബാലിന്റെ മുൻപില് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലും ഇത് അന്ത്യകാലഘട്ടത്തിന്റെ ആരംഭമാണെന്നാണ് പറയുന്നത്. ലോകത്തിന്റെ നടക്കുന്ന സംഭവങ്ങള്, മനുഷ്യൻ പാപത്തിൽ പെരുകി ജീവിക്കുന്നു, തിന്മ പെരുകുന്നു, സാത്താന്റെ പ്രവൃത്തികൾ ശക്തമാകുന്നു. ഭൂകമ്പങ്ങള്, യുദ്ധങ്ങള്, ഉരുൾപൊട്ടലുകള്, ദുർമരണങ്ങള്, കൊടുങ്കാറ്റ്, പേമാരി, വ്യാജവാർത്തകള്, കിംവദന്തികള്,
ഭീകരാക്രമണങ്ങള്, ലോകത്തില് അനേക രാജ്യങ്ങളില് ക്രൈസ്തവർ ക്രൂരമായിട്ട് വധിക്കപ്പെടുന്നു. നൈജീരിയ ഉൾപ്പെടെ രാജ്യങ്ങളിലെ സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നു, അറിയുന്നു. അപ്പം ലോകമെമ്പാടും തിന്മ പെരുകുന്നു, അക്രമം പെരുകുന്നു. അന്ത്യകാലത്തിന്റെ സൂചനകളാണിതൊക്കെ. ഇവിടെ വചനം പറയുന്നു, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. ചെറിയ ഒരു അജഗണം കർത്താവിന് വേണ്ടി ഇന്ന് നിൽക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നവരും വിശുദ്ധിയിൽ ജീവിക്കുന്നവരും. അതുകൊണ്ടാണ് ഈ ലോകം മാരകമായ ഒരു ശിക്ഷാവിധിയിലേക്ക് പോകാത്തതിന്റെ കാരണം. കർത്താവ് പറയുന്നത്, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ, നിങ്ങൾക്ക് വേണ്ടി ദൈവരാജ്യം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ഒരു അജഗണത്തിന് വേണ്ടി എല്ലാവരും വിളിക്കുന്നുണ്ട്, പക്ഷെ ചെറിയൊരു അജഗണമേ അവിടെ എത്തപ്പെടൂ എന്ന് ഒരു സൂചന ഇവിടെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ, പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ. ഇവിടെ പറയുക, നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ. സമ്പത്ത് സമ്പാദിക്കുക, സമ്പത്ത് ആഡംബരമായിട്ട് ജീവിക്കുക, ദൂർത്തടിച്ചു ജീവിക്കുക, ഏതു മാർഗത്തിലും സമ്പത്ത് സമ്പാദിക്കുക, ഇത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല, ദൈവഹിതമല്ലത്. അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കി മാന്യമായിട്ട് നമ്മൾ ജീവിക്കുക, അത് ദൈവം അനുവദിക്കുന്നു. അധാർമിക വഴികളിൽ പണമൊക്കെ സമ്പാദിച്ച്, മയക്കുമരുന്നൊക്കെ വിറ്റ്, മദ്യം വിറ്റൊക്കെ പണം സമ്പാദിക്കുന്നവർ എത്രയോ പേരുണ്ട്. ക്രിസ്ത്യാനികൾ പോലും ഉണ്ട്. ക്രിസ്ത്യാനി എന്ന നാമമാത്ര പേരുള്ളവർ. വചനം പറയുന്നു, സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുക, പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുക, ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വെക്കുക. ഇതൊരു വെല്ലുവിളിയാ. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വെക്കുക. ഒടുങ്ങാത്ത നിക്ഷേപം, തീരാത്ത നിക്ഷേപം, അവസാനിക്കാത്ത നിക്ഷേപം സ്വർഗത്തിൽ സമ്പാദിക്കാൻ കർത്താവ് പറയുന്നു. അത് നിനക്ക് സമ്പത്തുണ്ടോ, നീ സുവിശേഷത്തിന് വേണ്ടി ചെലവഴിക്കണം, പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിക്കണം, വേദനിക്കുന്നവർക്ക് വേണ്ടി ചെലവഴിക്കണം, തീരാ രോഗികൾക്ക് വേണ്ടി സഹായിക്കണം. നിന്റെ സമ്പത്ത് കൊണ്ട് നീ നന്മ ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ ഒടുങ്ങാത്ത നിക്ഷേപം കരുതി വയ്ക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. ഇന്ന് അനേകർ അധ്വാനിച്ച്, വർഷങ്ങൾ അധ്വാനിച്ച് പണം സമ്പാദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ഇങ്ങനെ പറയുകയാണ്, നമ്മുടെ ധ്യാനം കൂടിയതാണ്. അദ്ദേഹത്തിന് വിദേശത്തായിരുന്നു ജോലി. ഒരു സ്ഥാപനത്തിൽ തൻ്റെ 50 ലക്ഷത്തിലധികം രൂപ വരുന്ന പണം ഡിപ്പോസിറ്റ് ചെയ്തു. അതൊരു കബളിപ്പിക്കൽ പ്രസ്ഥാനമായിരുന്നു. അങ്ങനെ ആ പണം നഷ്ടപ്പെട്ടു. ഇപ്പൊ കേസ് നടക്കുക. അങ്ങനെ ഒത്തിരി കബളിപ്പിക്കലും ഈ ലോകത്തിൽ നടക്കുന്നുണ്ട്. അനേകരെ കബളിപ്പിച്ച് പണം സമ്പാദിച്ച വ്യക്തികള്, പ്രസ്ഥാനങ്ങളുണ്ട്. ഇതൊന്നും ദൈവികമായിട്ടുള്ള കാര്യമല്ല. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിലൊന്ന് കൂട്ടിവെക്കാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. അത് നിനക്ക് സമ്പത്തുണ്ടോ, നേരായ മാർഗത്തിൽ ജോലി ചെയ്തോ, ബിസിനസ് ചെയ്തോ, അല്ലെങ്കിൽ അധ്വാനിച്ചൊക്കെ ആയിരിക്കാം പണം സമ്പാദിച്ചു, നല്ല കാര്യം. നേരിന്റെ വഴിയിൽ സമ്പാദിച്ച ഈ പണം നീ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടിയൊക്കെ ഒന്ന് കൊടുത്തേ, പാവപ്പെട്ടവരെന്ന് സഹായിച്ചേ. അതിലൂടെ സ്വർഗത്തിൽ ഒടുങ്ങാത്ത നിക്ഷേപം നിനക്കായിട്ട് ദൈവം കരുതി വെക്കുകയാണ്. നീ അവിടെ സമ്പാദിക്കുക. ഇതിന് പകരമായിട്ട് എത്രയോ പേരുണ്ട് പണം സമ്പാദിച്ചിട്ട് ദൂർത്തടിച്ചു ജീവിക്കുന്നവർ, കൈവിട്ടു പണം ചെലവഴിച്ച് ജീവിക്കുന്നവർ, സുഖലോലുപതയില് ആഡംബരത്തിൽ ജീവിക്കുന്നവർ. ഇതൊക്കെ ഒരു പൈശാചിക സ്വാധീനമാണ്. ശരിക്കും സുഖലോലുപത, ആഡംബരം, ജഡികാസക്തി, ഭോഗാസക്തി, ധനത്തോടുള്ള ആസക്തി, കണ്ണുകിടാസക്തി, ഇതൊക്കെ പൈശാചിക അരുവികളുടെ ശക്തമായ സ്വാധീനമുള്ള വ്യക്തികളിൽ സംഭവിക്കുന്ന. സ്വർഗത്തിൽ സമ്പാദിച്ചു വെക്കുവിൻ ഒടുങ്ങാത്ത നിക്ഷേപം. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയില്ല. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും.
നിന്റെ നിക്ഷേപം എവിടെയാണ്, അവിടെയാണ് നിന്റെ ഹൃദയം. നിന്റെ ഹൃദയം നീ ദൈവത്തിൽ ഉറപ്പിക്കുക, സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുക, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുക. നിന്റെ ഹൃദയം എപ്പോഴും ദൈവത്തിന്റെ ഹൃദയത്തിലായിരിക്കണം. ദൈവത്തോട് ചേർന്നായിരിക്കണം നിന്റെ ഹൃദയം. ദൈവത്തിലേക്ക് നീ മുഖമുയർത്തുക, കർത്താവിൻ്റെ കുരിശിലേക്ക് നീ നോക്കുക, അവൻ്റെ മുറിവുകളിലേക്ക് നോക്കുക, അവനെ ഹൃദയത്തിൽ സ്നേഹിക്കുക, ആരാധിക്കുക. അവിടെ ആയിരിക്കണം നിന്റെ നിക്ഷേപം. യേശു ആയിരിക്കണം നിന്റെ നിക്ഷേപം. നിനക്ക് ഉള്ളതെല്ലാം വിറ്റ് വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധി സ്വന്തമാക്കണം. ആ നിധി ക്രിസ്തുവാണ്. വില തീരാത്ത നിധി, വില മതിക്കാനാവാത്ത നിധി, ഏറ്റവും വലിയ നിധി ദൈവം നമുക്ക് നൽകിയ പുത്രനായ യേശു ക്രിസ്തുവ. ആ യേശു ക്രിസ്തു ഏറ്റവും വലിയ നിധി. ആ യേശുവിനെ നമുക്ക് പിതാവ് തന്നു. യേശു നമുക്ക് തന്നത് വലിയ ഒരു നിധിയാണ്, പരിശുദ്ധാത്മാവ്. വിലമതിക്കാനാവാത്ത ഒരു നിധി യേശു നമുക്ക് നൽകി, പരിശുദ്ധാത്മാവായ ദൈവം. ഈ പരിശുദ്ധാത്മാവിനെ ഒരിക്കലും നമ്മൾ വേദനിപ്പിക്കരുത്. എഫേസ്യോസ് 4:32 പറയുന്നുണ്ട്, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിന്നെ മുദ്രിതനാക്കിയ പരിശുദ്ധാത്മാവിനെ നീ ഒരിക്കലും വേദനിപ്പിക്കരുത്. നമ്മളിങ്ങനെ സുഖലോലുപതയിലും ആഡംബരത്തിലും ജഡിക പാപങ്ങളിലും ധനാസക്തിയിലും ഒക്കെ മുഴുകി ജീവിക്കുമ്പോൾ ഏറ്റവും അധികം വേദനിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. അത് നേരിന്റെ വഴി ചിന്തിക്കുക, നേരായ മാർഗത്തിലൂടെ നടക്കുക. യേശു നഥാനിയേലിനെ കണ്ടിട്ട് ഇപ്രകാരം പറയുന്നുണ്ട്, ഇതാ നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ, നിഷ്കപടനായ ഒരു ഇസ്രായേൽ, കാപട്യമില്ലാത്തൊരു മനുഷ്യൻ. നഥാനിയേലിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഇന്ന് കാപട്യമില്ലാത്ത മനുഷ്യരുടെ എണ്ണം വളരെ കുറവല്ലേ? ഹൃദയത്തിൽ കാപട്യവും വഞ്ചനയും ചതിയുമൊക്കെ ആയിട്ട് നടക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. ഈ കഴിഞ്ഞ ശനിയാഴ്ച ചിറ്റടിയിൽ നമ്മുടെ ഏകദിനം നടക്കുമ്പോൾ ഒരു സഹോദരന് എന്നോടൊക്കെ പങ്കുവെച്ച ഒരു സങ്കടകരമായ അനുഭവമാണ്. അദ്ദേഹം വിവാഹം കഴിച്ചു. അദ്ദേഹം UK-ക്കൊക്കെ പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഭാര്യ UK-യിലായിരുന്നു. അതിനുശേഷം ഭാര്യയും ഭർത്താവും തമ്മിൽ ഫോൺ വിളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇവള് ഒരു ദിവസം ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് വിവാഹ മോചനം ചെയ്യാം, ഡിവോഴ്സ് നടത്താം. ഈ മനുഷ്യനാകെ തകർന്നു. നല്ലൊരു കുടുംബത്തിലെ നല്ലൊരു ചെറുപ്പക്കാരൻ, അധ്വാനിയാണ്, അധ്വാനിച്ച് ജീവിക്കുന്ന നല്ല മാതാപിതാക്കളുടെ കുടുംബ സാഹചര്യമാണ്. ആ മകൻ പറഞ്ഞു, എനിക്ക് വിവാഹമോചനത്തോട് താല്പര്യമില്ല, അത് ദൈവം അനുവദിക്കുന്നല്ല. അവള് പറഞ്ഞു, എനിക്ക് വിവാഹമോചനം കിട്ടിയേ വെക്കുള്ളൂ, കാരണം എനിക്ക് ഇവിടെ ഒരു ഭർത്താവും ഒരു കുഞ്ഞുമുണ്ട്. എനിക്ക് ഇവിടെ ഒരു ഭർത്താവും ഒരു കുഞ്ഞുമുണ്ട്. എത്ര ക്രൂരമാണെന്ന് നോക്കിയ ആ സഹോദരിയുടെ അവിശ്വസ്തതയും വഞ്ചനയും. ഈ മനുഷ്യനെ ശരിക്കും ചതിക്കലേ ചെയ്തത്. എന്നാൽ നാട്ടിൽ വന്ന് ഇങ്ങനെ വിവാഹം കഴിക്കാൻ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ആ മകൻ പറയുകയാണ്, അവൾക്ക് UK-യിൽ ഭർത്താവുണ്ട്, ഒരു കുട്ടിയുണ്ട്. ഡിവോഴ്സായി അവള് അവൻ്റെ കൂടെ ജീവിക്കുന്നു. അവ ചതിവിൻ്റെയും വഞ്ചനയുടെയും കാപട്യത്തിൻ്റെയും ഒരു പറ്റ മനുഷ്യരെ നമ്മൾ ഇങ്ങനെ കാണുകയാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ പച്ചയായ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളും മുഖങ്ങളൊക്കെ തന്നെയാണ്. വഞ്ചനയും കാപട്യമൊക്കെ ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുക. ഒരു മടിയില്ല വഞ്ചിക്കുവാനായിട്ട്, ഒരു മടിയുമില്ല ചതിക്കുവാനായിട്ട്. നിഷ്കളങ്കമായ ഒരു ഹൃദയം, കാപട്യമില്ലാത്തൊരു ഹൃദയത്തിൻ്റെ ഉടമയായിട്ട് നമ്മൾ മാറണം. അവിടെയാണ് കർത്താവ് വസിക്കുന്നത്. വഞ്ചന നിറഞ്ഞ, ചതിവ് നിറഞ്ഞവിടെ ഹൃദയത്തിൽ ദൈവത്തിന് എങ്ങനെ വസിക്കുവാനാണ് സാധിക്കും? ഒരിക്കലും ആരെയും വഞ്ചിക്കുന്നതിനെ കുറിച്ച്, ചതിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല. അത് ഗൗരവമേറിയ ഒരു പാപമാണ്. അങ്ങനെയുള്ള അശുദ്ധി നിറഞ്ഞ ഹൃദയങ്ങളിൽ ദൈവത്തിന് വസിക്കാനായിട്ട് ആവത്തില്ല. നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ മാറ്റമുണ്ടാവണം. ദൈവം തെരഞ്ഞെടുത്ത ചെറിയ
അജഗണത്തിൻ്റെ കൂടെ നമ്മളും ഉണ്ടാവണം. ലൂക്കാ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഒരു ധനികനായ ഒരു മനുഷ്യൻ്റെ ഉപമ യേശു പറയുന്നുണ്ട്. അത് പറയാനുള്ള ആ സംഭവത്തിന് മുമ്പ് ഉള്ള സംഭവം ഇതാണ്. ഒരു വ്യക്തി വന്നിട്ട് യേശുവിനോട് പറയാം, ഗുരു, ഞങ്ങളുടെ പ്രതിസ്വത്ത് ഒന്ന് പങ്കിടുവാനായിട്ട് അങ്ങ് പറഞ്ഞ ഒരു ക്രമീകരണം ചെയ്യണം. യേശു ചോദിക്കുന്നു, നിങ്ങളുടെ പ്രതിസ്വത്ത് പങ്കുവയ്ക്കാൻ ഞാനാരാ? ഹല്ലേലൂയ. യേശു ചോദിക്കുക, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് വായിക്കുന്നതിനായി ആരാ നിയമിച്ചത്? യേശുവിന്റെ ജോലി അതല്ല. യേശു പറയുക, ഒരു ധനികനായ മനുഷ്യൻ, ആ മനുഷ്യന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു. യേശു പറയുന്നു, സമ്പത്ത് കൊണ്ടല്ല ജീവിതം ധന്യമാകുന്നത്. സമ്പത്ത് കൊണ്ടല്ല ജീവിതം ധന്യമാകുന്നത്. ഈ ലോകത്തില് എത്ര കോടാനുകോടി സമ്പത്തുണ്ടാക്കിയാലും ഒരു ദിവസം മരിക്കും. കുറെ കാലം അവരെയൊക്കെ ഓർക്കും, അത് കഴിഞ്ഞ് എല്ലാം മണ്ണിന്റെ അടിയിൽ അസ്തമിക്കുക. സമ്പാദിച്ചത് അടുത്ത തലമുറയോ മറ്റുള്ളവരൊക്കെ അനുഭവിക്കുകയും ചെയ്യും. ആ പിടിച്ചു പറിച്ചും അധാർമിക വഴികളില് ബാറുകൾ നടത്തിയും മയക്കുമരുന്ന് വിറ്റിയും വ്യഭിചാരശാലകൾ നടത്തിയുമൊക്കെ പണം സമ്പാദിച്ചവിടെയൊക്കെ കാര്യം വളരെ കഷ്ടമാണ്. ആത്മാവിൻ്റെ വലിയ നാശം, ആത്മാവ് തീ നരകത്തിലേക്ക് പോകും. ഹേ മനുഷ്യ, നിങ്ങളുടെ സമ്പത്ത് പങ്കുവയ്ക്കുന്നവനായിട്ട് പ്രതിസന്ധി പങ്കുവയ്ക്കുന്നവരുടെ എന്നെ ആരാ നിയമിച്ചത്? മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. മനുഷ്യ ജീവിതം ധന്യമാകുന്നത്, വിലയിരുത്തപ്പെടുന്നത് ഒരു വ്യക്തിയിൽ ക്രിസ്തു വസിക്കുന്നു. അതനുസരിച്ച ഒരു വ്യക്തി എത്രമാത്രം നന്മയുടെ പ്രവൃത്തികൾ സഹോദരങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാ ചെയ്തത്. എത്രമാത്രം സൽപ്രവൃത്തികളും നന്മകളും കാരുണ്യത്തിന്റെ പ്രവൃത്തികളും നീ ചെയ്യുന്നു, അതാ നിന്റെ ജീവിതത്തിന്റെ വിലയെന്ന് പറയുന്നത്. നീ സമ്പാദിച്ചു കൂട്ടിയ പണത്തിന്റെ അളവല്ല. ഒരു മനുഷ്യന് തൻ്റെ വയലില് വലിയ ഒരു കൊയ്ത്ത് കിട്ടി, വലിയൊരു വിളവ് കിട്ടി. ആ മനുഷ്യനെ ചിന്തിക്കുക, എൻ്റെ വയലില് അസാധാരണമായ വിധത്തിലാ വിളവ് കിട്ടിയിരിക്കുന്നത്. ഞാൻ എൻ്റെ അറപ്പുരകൾ പൊളിച്ചു പണിയും, എന്നിട്ടോ അവിടെ ഇതെല്ലാം സമ്പാദിച്ചു കൂട്ടും, ഇതെല്ലാം അളന്ന് കൂട്ടിയെല്ലാം ഞാൻ വെക്കും. എന്നിട്ട് പറയും, എൻ്റെ ആത്മാവേ, അനേക വർഷത്തേക്കുള്ളത് ഞാൻ സമ്പാദിച്ചു കഴിഞ്ഞു, ഇനി തിന്നു കുടിച്ച് മതിച്ച് ജീവിക്കാം. ഇനി തിന്നു കുടിച്ച് മതിച്ച് ആനന്ദിച്ച് ജീവിക്കാം. ഈ ധനികനായ മനുഷ്യന്റെ ചിന്ത അതായിരുന്നു. ഇന്ന് ധാരാളം വ്യക്തികൾ അങ്ങനെ ജീവിക്കുന്നത്. തിന്ന് കുടിച്ച് മതിച്ച് ആനന്ദിച്ച് ആഹ്ലാദിച്ചുള്ള ജീവിതമാ. ദൈവത്തിനു ജീവിതത്തിൽ സ്ഥാനമില്ല, കുടുംബത്തിന് സ്ഥാനമില്ല. ഇവിടെയൊക്കെ കാര്യം അധോഗതിയായിരിക്കും. തിന്നുകുടിച്ച് ജീവിച്ച് മണ്ണിൽ അടങ്ങുന്ന ജീവിതമല്ല, അതിൻ്റെ അപ്പുറം സ്വർഗത്തിൽ നിത്യതയിൽ കർത്താവിൻ്റെ സന്തോഷത്തിൽ മാലാഖമാർ വിശുദ്ധരോട് ചേർന്നുള്ള ജീവിതമാണ് നമുക്കായിട്ട് യേശു കരുതി വെച്ചിരിക്കുന്നത്. യേശു ചോദിക്കുന്നു, ദൈവം ചോദിക്കുന്നു, ഹേ മനുഷ്യ, ഈ രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ തിരികെ വിളിക്കും. നിന്റെ ആത്മാവിനെ ഞാൻ തിരികെ വിളിക്കും. ഈ സമ്പാദിച്ചു കൂട്ടിയത് ആർക്ക് വേണ്ടിയായിരിക്കും? ഇതുപോലെ തന്നെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവരും. ലൂക്കാ 12:21. ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും. തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിക്കുക, തനിക്ക് വേണ്ടി, തൻ്റെ സുഖത്തിനു വേണ്ടി, തൻ്റെ ആഡംബര ജീവിതത്തിനു വേണ്ടി പണം സമ്പാദിക്കുക, അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമല്ല. ദൈവസന്നിധിയിൽ സമ്പന്നനാകുക. ദൈവസന്നിധിയിൽ സമ്പന്നനാകണമെങ്കിൽ നീ ദൈവത്തെ സ്നേഹിക്കണം. ദൈവജനത്തില് വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കണം. ദൈവമക്കള് കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കണം. ദൈവരാജ്യത്തിന്റെ സുവിശേഷം ലോകം മുഴുവൻ എത്തണമെങ്കിൽ അതിന് സുവിശേഷം ചെയ്യാനായിട്ട് ശരിക്കും ഇന്ന് പണം ആവശ്യമാണ്.
ഒരു ടെലിവിഷൻ മിനിസ്ട്രി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ എല്ലാറ്റിനും പണം വേണ്ടേ? നമുക്കറിയാം, കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ട, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഷാലോ മിനിസ്ട്രി, അത് ഓരോ മാസവും കടന്നു പോകണമെങ്കിൽ വലിയൊരു തുക വേണം. ഉദാഹരണം, നമ്മൾ യേശുവിനെ കുറിച്ച് ഒരു ലഘുലേഖ ഇറക്കണമെങ്കിൽ ആ ലഘുലേഖ അടിക്കാൻ പണം വേണം. ഒരു സപ്ലിമെന്റ് ഇറക്കണമെങ്കിൽ പണം വേണം. സാമ്പത്തികമായിട്ട് വേണം, അതിനാവശ്യമാണ്. കർത്താവിന്റെ വേലയ്ക്കും പണം ആവശ്യമാണ്. കർത്താവിന് വേണ്ടി നിങ്ങൾ പണം കൊടുക്കണം. നിങ്ങളുടെ സമ്പത്ത് 0.10% മാറ്റിവെച്ച് നിങ്ങൾ കൊടുക്കണം. പുതിയ നിയമം എന്ന് പറയുന്നത് ഏതാവശ്യക്കാരനും പറ്റുന്ന പോലെ സഹായിക്കുന്ന ഒരു സ്നേഹത്തിന്റെ നിയമം പുതിയ നിയമത്തിൽ ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി സുഖലോലുപതയിലും ആഡംബരത്തിലും ജീവിക്കാതെ നമുക്ക് സ്വർഗത്തിൽ ദൈവത്തിൽ സമ്പന്നനാകാം. അതിനുവേണ്ടി നമുക്ക് യത്നിക്കാം. സമ്പത്തിനെ സ്നേഹിക്കരുത്, ക്രിസ്തുവിനെ നിങ്ങൾ സ്നേഹിക്കണം, അവനെ ആരാധിക്കണം. സമ്പത്തിനെ ആരാധിക്കരുത്, സമ്പത്തുണ്ടെങ്കിൽ എല്ലാമായി എന്ന് ചിന്തിക്കരുത്, അത് ഭോഷത്തരമാണ്. നമുക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം, അവനെ ഹൃദയത്തിൽ ആരാധിക്കാം, അവനെ ഹൃദയത്തിൽ നമുക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാം. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. മെഡിക്കൽ റിപ്പോർട്ട് അല്ലേ സിസ്റ്റർ? മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ആയിട്ടാണ് ധ്യാനിക്കുന്നത്. നമ്മുടെ ധ്യാനം നേരത്തെ സിസ്റ്റർ പങ്കെടുത്തതാണ്. സാക്ഷ്യം നമുക്ക് കേൾക്കാം. എൻ്റെ പേര് സിസ്റ്റർ റോസി, OSF സ്കൂൾ സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് ഫ്രാൻസിസ് സന്യാസിനി സമൂഹാംഗമാണ്. ഞാൻ 2017 എനിക്ക് ലെഫ്റ്റ് ഹാൻഡിൻ്റെ ലാബ്രം ടയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലൂയിഡ് ഉണ്ടായിരുന്നില്ല, കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ സർജറിയാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തത്. പക്ഷേ എൻ്റെ മേലധികാരിയായിട്ടുണ്ടായിരുന്ന സിസ്റ്റർ പറഞ്ഞു, നീ സാബു ബ്രദറിൻ്റെ ഒരു ധ്യാനം കൂട്. അതിക്ക് മുന്നേ ഞാൻ HOD കാണാൻ പോയി സെക്കൻഡ് ഒപ്പീനിയനായിട്ട്. അപ്പോൾ ആൾ പറഞ്ഞു സർജറി അത്ര ഇത് ചെയ്യില്ല, ഗുണം ചെയ്യില്ല, അപ്പോൾ മാക്സിമം പോണോടത്തോളം അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ സിസ്റ്ററിൻ്റെ നിർബന്ധത്താലാണ് ഞാൻ പാവർട്ടിയിൽ ബ്രദർ കൺവെൻഷൻ നടത്തുമ്പോൾ ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രദർ എന്നോട് കൈ പൊക്കാൻ പറഞ്ഞിട്ട് എനിക്ക് കൈ ഉയർത്താനൊന്നും സാധിച്ചിരുന്നില്ല. ഞാൻ പറഞ്ഞു ബ്രദറെ എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞു ഒരു 5 ദിവസം വചനം കേൾക്കാൻ പറ്റുമോ സിസ്റ്റർ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരാം, ഞാൻ യെസ് പറഞ്ഞു. അപ്പോൾ തന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉടനെ ഒന്നും പോകാൻ പറ്റില്ല. എനിക്കൊന്ന് ഏപ്രിൽ മാസത്തിൽ, അതായത് വെക്കേഷൻ സമയത്താണ് ഞാൻ പോയി അവിടെ ധ്യാനത്തിന് ചെന്നു. ധ്യാനത്തിലൊക്കെ പങ്കുകൊണ്ടു. ബ്രദറിനെ കണ്ടു. ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ ബ്രദർ പറഞ്ഞു ഇത് ഹീല് ചെയ്യും, പക്ഷേ ഗ്രാജുവലിയാണ് ചെയ്യുള്ളൂ സിസ്റ്റർ, തിടുക്കം കൂട്ടണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി, കർത്താവിൻ്റെ ഹിതം അതായിരിക്കും എന്ന് വിചാരിച്ചു ഞാൻ അവിടുന്ന് പോന്നു. ഇവിടുന്ന് വന്നിട്ട് അപ്പോൾ അന്ന് ഞാൻ നിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തുന്നുള്ള വചനം എനിക്ക് തന്നായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പക്ഷേ എന്നാണോ എപ്പോഴാണോ ഏത് നിമിഷത്തിലാണോ ഞാൻ സൗഖ്യപ്പെടുന്നത്. അതായത് സിസ്റ്ററിൻ്റെ ഇടതുകിട മസിൽസൊക്കെ എല്ലാം പൊട്ടിപ്പോയിട്ട് ഈ കൈ പൊങ്ങത്തില്ലായിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ മെസ്സേജ് ഗ്രാജുവലി സാവധാനം ഈ കൈ ഹീലാവും, സൗഖ്യമാവുന്ന മെസ്സേജ്. സിസ്റ്റർ കോട്ടയം കളത്തിപ്പടി ക്രിസ്ത്യനിൽ വന്ന് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്തു. ആ കൈ പൂർണ്ണമായിട്ട് സൗഖ്യമായി. ഒന്ന് പൊക്കി കാണിക്കാവോ? ഇതൊന്ന് പൊക്കി കാണിച്ചേ. ആ കൈ ഓക്കെയാണ്. ഓക്കെ. അത് കഴിഞ്ഞപ്പോൾ സിസ്റ്ററിൻ്റെ വലത്തെ കൈയും വയ്യാതായി, പൊങ്ങാതായി. കേൾക്കാം. എൻ്റെ വലത് കൈയുടെ ടെൻഡൻ ടയർ ചെയ്തു. അപ്പോൾ ഡോക്ടറെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ അപ്പോഴും സർജറി തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ദൈവം എന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് ഇന്നും ജീവിക്കുന്ന സത്യമാണെന്നുള്ളത് ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും സർജറിക്ക് വില്ലിങ് അല്ല, ഞാൻ ഇപ്പോൾ സർജറി ചെയ്യണില്ല എന്ന് പറഞ്ഞു. എനിക്ക് സാബു ബ്രദറിനൊന്ന് കണ്ട് പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കോട്ടയത്ത് എത്താനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ പുത്തൂർ ബ്രദറിൻ്റെ കൺവെൻഷൻ വന്നു. അപ്പോൾ ആ കൺവെൻഷനിൽ ഞങ്ങൾക്ക് എല്ലാ കൺവെൻഷനൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല, കാരണം എനിക്ക് ബസ് യാത്രയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ച് എൻ്റെ ഒരു സഹോദരിയോടൊപ്പം, സിസ്റ്റർ ട്രീസയാണ്, ആളിവിടെ വന്നിട്ടുണ്ട്, ആളുടെ ഒപ്പമാണ് ഞാൻ പുത്തൂർ പോയി ബ്രദറിനെ കണ്ടു. ബ്രദർ പ്രാർത്ഥിച്ചു. അപ്പോഴും ബ്രദർ പറഞ്ഞു ഇത് സുഖപ്പെടും സിസ്റ്ററെ, ഗ്രാജുവലി സുഖപ്പെടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. എനിക്ക് നല്ല ഉറപ്പുണ്ട്. അന്ന് എനിക്ക് കിട്ടിയ വചനം 2 രാജാക്കന്മാർ 20:5 ഞാൻ നിൻ്റെ കാണുകയും
പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്നു. അപ്പം ഞാൻ ബ്രദറോട് പറഞ്ഞു, ഓ ബ്രദറെ, എനിക്ക് സൗഖ്യം കിട്ടുന്നെങ്കിൽ 100% ഉറപ്പുണ്ട്. 2 കൈയും പൊക്കാറാവുമ്പോൾ ഞാൻ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. ഇന്ന് അത് ദൈവം എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. 2 കൈയും പൂർണ്ണമായിട്ട് സൗഖ്യമായി. സിസ്റ്ററിൻ്റെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ധ്യാനം കൂടാൻ അത്ഭുതമായിട്ടാണ് ഈ 2 കരങ്ങളും സുഖപ്പെടുത്തിയത്. കർത്താവിൻ്റെ പ്രവർത്തനം. കാരണം മസിലൊക്കെ ഇവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ കൈ പൊങ്ങുകയില്ല. അത് ഹീലിങ് കർത്താവ് തൊട്ടാൽ ഹീലിംഗ് നടക്കും. മെഡിക്കൽ സയൻസിന് ഒന്നും ചെയ്യാനില്ല. ഇതൊരു അത്ഭുത ഹീലിംഗാണ്. സിസ്റ്റർ നൽകിയ സൗഖ്യത്തെ ഓർത്ത് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഒന്ന് കരമുയർത്തി ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങളെല്ലാവരും അങ്ങേ മഹത്വപ്പെടുത്തുന്നു. സിസ്റ്റർ നൽകിയ അത്ഭുത സൗഖ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. യേശു ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ.